തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കോർപ്പറേഷനുകളിൽ തദ്ദേശ പോരിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. 6 കോർപ്പറേഷനുകളിലും മേയർ സ്ഥാനാർത്ഥികളെ ഉയർത്തിക്കാട്ടിയാണ് മുന്നണികൾ പോരിനിറങ്ങുക. പതിവിന് വിപരീതമായി ഇത്തവണ തിരുവനന്തപുരത്തും കൊല്ലത്തും UDF മേയർ സ്ഥാനാർത്ഥിയെ ഒരു മുഴ മുമ്പേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. LDFും എല്ലായിടത്തും ജില്ലകളിലെ മുതിർന്ന നേതാക്കളെ തന്നെ മത്സരരംഗത്തേക്ക് ഇറക്കാനാണ് ആലോചന. BJP ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തിരുവനന്തപുരത്ത് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് കരിനീക്കം നടന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോട്, കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ, കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ് എന്നിവർ ചേരുന്നു. ആദ്യം വിജിനിലേക്ക്. വിജിൻ, തിരുവനന്തപുരത്ത് UDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയും മേയർ സ്ഥാനാർത്ഥിയൊക്കെ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഈ അമിതാവേശം മറ്റു മുന്നണികൾ എങ്ങനെയാണ് കാണുന്നത്? അജിംഷ, നേരത്തെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടുകൂടി ഒരു നിലവിൽ തീരുമാനിച്ചതിൽ നിന്ന് സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ LDFനും ഒപ്പം തന്നെ NDAയ്ക്കും പോകേണ്ടി വന്നിട്ടുണ്ട്. LDFന്റെ CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനുള്ള ജില്ലാ കമ്മിറ്റി യോഗമാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ 3 അംഗങ്ങൾ ഒക്കെയുള്ള പട്ടിക അത് ബൂത്തുകൾ കൈമാറിയിരുന്നു. അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് നിലവിലിപ്പോൾ നടക്കുന്നത്. എന്തായാലും ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. K മുരളീധരനാണ് കോർപ്പറേഷന്റെ ചുമതല. അതുകൊണ്ട് തന്നെ ഏറെ മുന്നോട്ട് പോകാൻ ഈ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് UDFനെ ഒരു കഴിഞ്ഞ തവണത്തെ ഇതിൽ നിന്നൊക്കെ കൂടുതൽ ആശ്വാസം നൽകുന്ന കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 10 സീറ്റിൽ മാത്രം ഒതുങ്ങുന്ന സ്ഥിതിയായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. ഒരു പ്രതിപക്ഷമായൊക്കെ ഇരുന്ന ഒരു മുന്നണിയാണ്. അത് ഇങ്ങനെ 10 സീറ്റിലേക്ക് മാത്രം ഒതുങ്ങിയ ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനമൊക്കെ കോൺഗ്രസ് നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കൊല്ലത്തും ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാനുള്ള തീരുമാനമൊക്കെ കൈക്കൊണ്ടത്. എന്തായാലും അതുമായി പ്രചരണവുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയിലാണ് നിലവിലിപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. CPM സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തയ്യാറാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും SP ദീപകിനാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണന ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പേട്ടയിൽ നിന്നാണ് SP ദീപക് മത്സരിക്കാൻ സാധ്യത. ഒപ്പം തന്നെ RP ശിവജി വിളപ്പിൻ ഏരിയ സെക്രട്ടറിയാണ്. പുന്നയ്ക്കാമുകൾ വാർഡിൽ RP ശിവജി നിലവിൽ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. പോസ്റ്റർ ഒക്കെ അടിച്ചുകൊണ്ട് പ്രവർത്തകർ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിലാണ് ഈ ഏരിയ സെക്രട്ടറിമാർക്ക് ഇളവ് നൽകണം, മത്സരിക്കാനുള്ള ഇളവ് നൽകണം എന്നുള്ള ഒരു ചർച്ചയൊക്കെ CPM ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്നത്. NDAയിലാണെങ്കിൽ പദയാത്ര ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നിയമമണ്ഡലത്തിൽ വലിയ പദയാത്രയൊക്കെ നടത്തിയ പദയാത്ര ഇന്നും തുടരുന്നതാണ്. അങ്ങനെ നേരിട്ട് ചുമതല ഏറ്റെടുത്ത ശേഷം കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും നടക്കുന്നത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയും BJP നേരിടുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും BJP നേതൃത്വം ഉയർത്തിക്കാട്ടുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് BJP പ്രവർത്തകരും ഒപ്പം തന്നെ പ്രാദേശിക നേതാക്കളും ഒക്കെ പങ്കുവെക്കുന്നത്. അത്തരം വിമർശനങ്ങളും പരാതികളും ഒക്കെ പലതരത്തിൽ ഉയർന്നു വരുന്നുമുണ്ട്. അങ്ങനെ ഒരു കീറാമുട്ടിയാകുന്ന നിലയിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിലവിൽ മാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. അത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയാൽ ഏതെങ്കിലും തരത്തിൽ ഈ വിഭാഗീയമായ നിലയിൽ പലതരത്തിൽ ഉയർന്നു വരാനുള്ളൊരു സാധ്യതയും നേതൃത്വം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി പരിഹരിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VV രാജേഷ് തന്നെയായിരിക്കും ഇത്തവണയും മത്സരരംഗത്ത് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വട്ടിയൂർ വാർഡിൽ നിന്നായിരിക്കും VV രാജേഷ് മത്സരിക്കാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെ 3 മുന്നണികളും മേയർ സ്ഥാനാർത്ഥികളെ കൂടി ഉയർത്തിക്കാട്ടിയുള്ള മത്സരത്തിനാണ് ഇറങ്ങാൻ ഇപ്പോൾ ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസ് അതിനുള്ള പ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ജിംസ്, ശരി. ഇപ്പോൾ സിജോ വർഗീസ് കൊച്ചിയിൽ നിന്നുണ്ട്. സിജോ, ഈ LDF തുടർച്ചയായി ജയിക്കുകയാണ് കൊച്ചി കോർപ്പറേഷനിൽ. അത് തിരിച്ചു പിടിക്കാനുള്ള എന്ത് ശ്രമമാണ് UDFന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? അജിൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി കോർപ്പറേഷനിലും അതുപോലെ തന്നെ ജില്ലയിലെ 7 നഗരസഭകളിലും ഇക്കുറി വനിതകളായിരിക്കും നയിക്കുക എന്നുള്ളതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ പദവികളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെ ഇത്തരത്തിലൊരു മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 82 ഗ്രാമപഞ്ചായത്തുകളിൽ 38 പഞ്ചായത്തുകൾ വനിതകൾക്കായി നീക്കി വെച്ചിട്ടുണ്ട്. 3 പഞ്ചായത്തുകൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള വനിതകൾക്കും സംവരണം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ 13 നഗരസഭകളിൽ 7 എണ്ണം വനിതകൾക്ക് ആയിരിക്കും ഉണ്ടാവുക. 14 ബ്ലോക്ക് പഞ്ചായത്തുകൾ 7 എണ്ണം വനിതകൾക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടിക ജാതി വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുണ്ട്. ആകെ 111 തദ്ദേശ സ്ഥാപനങ്ങളിൽ 62 അധ്യക്ഷ പദവികളാണ് ഇത്തരത്തിൽ സംവരണം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. അജിം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷനിൽ തന്നെയാണ്. അതായത്
UDFന്റെ ഒരു ഉരുക്ക് കോട്ട എന്നൊക്കെ പറയാവുന്ന ആ തരത്തിൽ UDFന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ഒരു കോർപ്പറേഷനായിരുന്നു കൊച്ചി കോർപ്പറേഷൻ. പക്ഷേ കഴിഞ്ഞ തവണ വിമതരെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് ഈ കോർപ്പറേഷനിൽ അട്ടിമറി വിജയമാണ് LDF നേടിയിരിക്കുന്നത്. ആകെ 74 ഡിവിഷനുകളാണ് കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ ഇക്കുറി 2 ഡിവിഷനുകൾ കൂടി കൂടുതൽ വരുന്നുണ്ട്. 76 ഡിവിഷനുകളിലേക്കായിരിക്കും ഇക്കുറി മത്സരം നടക്കുക. 34 LDFനും ഒപ്പം തന്നെ 31 UDFനും 5 BJPക്കും 4 സ്വതന്ത്രന്മാർ. ഇങ്ങനെയാണ് കക്ഷിനില ഉള്ളത്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഭരണ നേട്ടങ്ങളെല്ലാം തന്നെ എണ്ണിപ്പറഞ്ഞ് സീറ്റ് നിലനിർത്താൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം നിലനിർത്താനായിരിക്കും LDF ശ്രമിക്കുക. അതേസമയം തന്നെ ഇക്കുറി ഉൾപാർട്ടിയിലെ പോര് അല്ലെങ്കിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഭരണം തിരിച്ചു പിടിക്കാനുള്ള ശ്രമം UDFും നടത്തുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു കരുനീക്കങ്ങളെല്ലാം തന്നെ സജീവമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അല്ലെങ്കിൽ ആരായിരിക്കണം വരേണ്ടത് എന്നുള്ള രീതിയിലേക്കുള്ള ആ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. വനിതാ സംവരണമാണ് ഇക്കുറി കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു കറതീർന്നുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായിരിക്കും മുന്നണികൾ ശ്രമിക്കുക. എന്തായാലും LDFൽ ചില പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ദീപ വർമ്മ, അജി ഫ്രാൻസിസ്, സുനില സെൽവൻ, പൂർണിമ നാരായണൻ, ഒപ്പം തന്നെ PS രാജം ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളാണ് LDFൽ ഇതുവരെ ഉയർന്നു വരുന്നത്. ഒപ്പം തന്നെ മേയർ സ്ഥാനത്തേക്ക് UDFന്റെ പരിഗണനയിലും ചില പേരുകൾ വരുന്നുണ്ട്. ദീപ്തി മേരി വർഗീസ്, അഡ്വക്കേറ്റ് മിനിമോൾ, ഷൈനി മാത്യു തുടങ്ങിയ പേരുകളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും മുമ്പ് കൗൺസിലർമാരായിട്ട് ഇരുന്ന ആളുകൾ, ഒപ്പം തന്നെ നിലവിലെ കൗൺസിലർമാർ, ഒപ്പം തന്നെ ഈ പാർട്ടി ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ, സംസ്ഥാന തലത്തിൽ വരെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സ്ഥാനാർത്ഥികളുടെ വരവും ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. എന്തായാലും LDFനെയും UDFനെയും സംബന്ധിച്ചോ എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്കൊന്നും ഇട നൽകാത്ത വിധത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവും അതുപോലെ തന്നെ മേയർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് ഇക്കുറി കൊച്ചി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. സ്ഥലത്ത് എത്തിയ സ്ഥിതിഗതികൾ, നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മന്ത്രി P രാജുവിന്റെ നേതൃത്വത്തിൽ LDF മുന്നണിയും സജീവമാണ്. BJP നിലവിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് കാണുന്നത്. സുരേഷ് ഗോപിയെ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ പ്രാദേശിക തലത്തിലുള്ള മീറ്റിങ്ങുകൾ, യോഗങ്ങളെല്ലാം തന്നെ നടത്തി അത്തരത്തിൽ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ 2020യുടെ വരവ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില മറ്റ് മുന്നേറ്റങ്ങൾ, ജനകീയ മുന്നേറ്റങ്ങൾ, മുന്നണി നീക്കങ്ങൾ എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അവരുടെ വോട്ടുകൾ കൂടി എങ്ങോട്ടായിരിക്കും എന്നുള്ളത് കൂടി സൂക്ഷ്മതയോടുകൂടി തന്നെ കാണേണ്ടതാണ്. മറ്റൊരു കാര്യം, നിലവിലുള്ള ഭരണ നേട്ടങ്ങൾ, അതായത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്, അതുപോലെ തന്നെ തുരുത്തി ഫ്ളാറ്റ് സമുച്ചയം, കനാൽ നവീകരണം, കൊച്ചി കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരം, അങ്ങനെ എടുത്തു പറയാവുന്ന ചില നേട്ടങ്ങളൊക്കെ 2020 ഇത്തവണ കൂടുതൽ നഗരസഭകളിലും കൂടുതൽ സീറ്റുകളിലും മത്സരിക്കുമോ? അങ്ങനെയൊരു സാധ്യത, അതായത് കിഴക്കമ്പലം മാത്രമായി കേന്ദ്രീകരിക്കാതെ മറ്റിടങ്ങളിലേക്കെല്ലാം തന്നെ ഈ 2020യുടെ ഒരു വരവ് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സാബുൻ ജേക്കബ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്കോ കൂടുതൽ കാര്യങ്ങളിലേക്കോ ഒന്നും മുമ്പോട്ട് പോയിട്ടില്ല. എന്നാൽ അണിയറയിൽ അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ തവണ LDF ഭരണം പിടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം V4 കൊച്ചി മൂവ്മെന്റ്, അതുപോലെ തന്നെ കോൺഗ്രസ് വിമതരായിട്ടുള്ള കുറേ ആളുകൾ, അതുപോലെ തന്നെ സ്വതന്ത്രന്മാർ, UDFന്റെ വിമത സ്ഥാനാർത്ഥികളെയൊക്കെ കൂട്ടുപിടിച്ചാണ്, വിമതരായി ജയിച്ചു വന്ന ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചാണ് LDF ഈ ഭരണം അട്ടിമറിച്ചത്. അത്തരത്തിലൊരു പ്രശ്നത്തിന് ഇക്കുറി ഇട നൽകില്ല എന്നാണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDFന്റെയും നേതൃനിരയിലുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സൂക്ഷ്മതയോടുകൂടി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. മേയർ ടോണി ചെമ്മണി, അതുപോലെ തന്നെ മുൻ മേയറായിരുന്ന ടോണി ചെമ്മണി, അതുപോലെ തന്നെ സൗമിനി ജെയിൻ, ഇവരുടെ കാലത്തൊക്കെ കൊണ്ടുവന്ന കൊച്ചി സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള പദ്ധതികൾ അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റ് പദ്ധതികളൊന്നും തന്നെ പുതിയ നേട്ടമായി, വികസന നേട്ടമായി കൊണ്ടുവരാൻ LDFന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാദമാണ് UDF ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഴ്ചകളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കും, മുൻ ഭരണകാലയളവിലെ നേട്ടങ്ങൾ എടുത്തു പറയും. ഒപ്പം തന്നെ ഈ ഉൾപാർട്ടി രാഷ്ട്രീയം, അതായത് മുന്നണിക്കുള്ളിലുള്ള ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ വാർഡ് പുനർവിഭജനവും സീറ്റ് നിശ്ചയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചില അവ്യക്തതകളും അസ്വാരസ്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി മാറിയെന്ന് പറയാൻ കഴിയില്ല. അത്തരത്തിൽ ചില ആളുകൾ സീറ്റ് പ്രതീക്ഷിച്ച ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇക്കുറി മേയർ സ്ഥാനം കണ്ടിരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ചിലർ നിരാശരായി, ചിലർ പ്രതീക്ഷയിലാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ, ഈ അസ്വാരസ്യങ്ങളെല്ലാം തന്നെ മറികടക്കാനാകും എന്ന് തന്നെ ഒരു പ്രതീക്ഷ ഇപ്പോഴും UDF ക്യാമ്പിലുണ്ട്. പക്ഷേ LDF ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് UDFിൽ ഈ ഇതുവരെ പരിഹരിക്കപ്പെടാത്ത ആ അസ്വാരസ്യങ്ങൾ അത് മുതലെടുക്കാം. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു അട്ടിമറി വിജയം ഇത്തവണ ഉണ്ടാവും. അങ്ങനെ വന്നാൽ ഭരണം നിലനിർത്താനാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ LDFനുമുണ്ട്. അജീത്.